കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റിക്കൊന്ന കേസിൽ പ്രതികളുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അപകടശേഷം കാർ നിർത്താൻ താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ശ്രീകുട്ടി മൊഴി നൽകി. ആൾക്കൂട്ടം പിന്തുടർന്നപ്പോഴും വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു. ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും ശ്രീകുട്ടിയുടെ മൊഴിയിൽ പറയുന്നു. ശ്രീകുട്ടിയുടെ MBBS ബിരുദം അംഗീകാരമുള്ളതാണോ എന്ന് ആരോഗ്യവകുപ്പ് പരിശോധിക്കും. ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ദിലീപ്, കാർ മുന്നോട്ടെടുക്കാൻ പറഞ്ഞത് ശ്രീകുട്ടിയാണെന്നാണ് നാട്ടുകാരിൽ ചിലർ പോലീസിന് നൽകിയ വിവരം. പക്ഷേ ശ്രീകുട്ടി അത് നിഷേധിക്കുന്നു. മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രക്കാരിയായ കുഞ്ഞുമോളുടെ ദേഹത്തു കൂടെ കാറ് കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അജ്മലിനോട് താൻ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന് വാഹനത്തിലുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകി. സംഭവ സമയത്തു തന്നെ കാറ് നിർത്താൻ താൻ ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് കാറുമായി അജ്മൽ മുന്നോട്ട് പോയി. ആൾക്കൂട്ടം പിന്നിൽ പിന്തുടർന്ന് വരുന്നത് കണ്ടിട്ടും താൻ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അജ്മലിനെ താൻ പരിചയപ്പെടുന്നത് ആശുപത്രിയിൽ ഒരു നൈറ്റ് ഡ്യൂട്ടി സമയത്ത് അജ്മൽ ചികിത്സയ്ക്കായി എത്തിയതായിരുന്നു. അന്ന് തന്നോട് പറഞ്ഞത് സിനിമയിൽ കൊറിയോഗ്രാഫർ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അന്ന് തുടങ്ങിയ സൗഹൃദം പിന്നീട് എപ്പോഴോ വഴിതെറ്റിപ്പോയി. തങ്ങൾ രണ്ടുപേരും, അതായത് ശ്രീകുട്ടിയും അജ്മലും തമ്മിൽ ചേർന്നിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു. താൻ താമസിക്കുന്ന സ്ഥലത്തല്ലാതെ അജ്മലിനും ശ്രീകുട്ടിക്കും മദ്യപിക്കാനായി മറ്റൊരു വീട് ഇരുവരും വാടകയ്ക്കെടുത്തിരുന്നു എന്നും പറയുന്നു. കൂടാതെ ഈ ശ്രീകുട്ടിയുടെ സ്വർണവും പണവും അടക്കം 8 ലക്ഷം രൂപ ശ്രീകുട്ടി അജ്മലിന് നൽകിയിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. ഷൂട്ടിങ്ങിന് പോകുന്നതിന് വേണ്ടി പോലും, അതായത് കൊച്ചിയിൽ ഒരു ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് പോകുന്നതിന് പോലും ഈ ശ്രീകുട്ടിയുടെ പക്കൽ നിന്ന് പണം വാങ്ങിയിരുന്നു എന്നും ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു. സംഭവം നടന്ന ദിവസം രാത്രി പോലീസ് കസ്റ്റഡിയിലായിരുന്നു ശ്രീകുട്ടി. ഏകദേശം 13-15 മണിക്കൂറോളം ശ്രീകുട്ടി പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ അജ്മൽ ക്രിമിനൽ വിശദാംശങ്ങളാണ് ദിലീപ് ദേവസ്യ പങ്കുവച്ചത്.